മനോജ് അല്ലേ? സാധാരണ കൂട്ടുകച്ചവടം ഈ കാർലോസിടം ചെയ്യാറില്ല, വലിയ റിസ്ക്കാ. പക്ഷെ ഇപ്പം എന്തോ ആ വഴിക്കൊരു ചിന്ത. കിട്ടുന്നത് പാതി നിനക്ക്, ഒറ്റ കണ്ടീഷനുള്ളൂ, ചതിക്കാതെ കൂടെ നിൽക്കണം. സമ്മതമാണെങ്കിൽ കൈ കൊടുക്കുക. ബെന്നിച്ചേട്ടൻ വെറുതെ പറഞ്ഞാണെങ്കിലും ഞങ്ങൾ ആ കാര്യം സീരിയസ് ആയിട്ട് ആലോചിച്ചു. മനോജേട്ടൻ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റും. ഇതല്ലാണ്ട് ഞങ്ങളുടെ മുന്നിൽ വേറെ വഴിയില്ല. നാട്ടിലാണെങ്കിൽ നാണം കെട്ട അവസ്ഥയാണ്. ആകെ നാറി കുളമായി. കിട്ടണത് എന്തായാലും നമുക്ക് ഈക്വലായിട്ട് ഷെയർ ചെയ്യാം. അത് വാക്കാം. ഞങ്ങൾക്കറിയാം ഞങ്ങളിപ്പോഴും മനോജേട്ടന് കാശിന് ആവശ്യമുണ്ടല്ലോ. മനോട്ടൻ കൂടെ നിന്നാൽ നമുക്ക് ഇതങ്ങോട്ട് പിടയ്ക്കാം. മനോട്ടൻ കൂടെ ഉണ്ടാവില്ലേ? എന്താടാ ഒരു ഗൂഢാലോചന? എന്നോടൂടെ പറയടാ. മൊത്തത്തിലൊരു വശപ്പിശക്. എന്താടാ ഉടായ്പ്? പറയടാ. അയ്യോ അങ്ങനൊന്നുമില്ല ഏട്ടാ. എന്നോട് വിളിക്കാൻ നിൽക്കണ്ട, എനിക്കറിയാം, ഞാൻ കേട്ടു. എടാ, ഇമാതിരി കാര്യങ്ങൾ ചെയ്യാൻ നല്ല ചങ്കുറപ്പ് വേണം, മനസാക്ഷി കുത്തു പാടില്ല. നിന്റെ ആ പഴം പുഴുങ്ങി ബെന്നിയെ പോലെ. പക്ഷെ പഠിച്ച സ്കൂളിലെ ദോഷമൊന്നും നിനക്കില്ല. നീ ഫ്രഷാ, നിന്നെനിക്കിഷ്ടപ്പെട്ടു. എടാ പിള്ളേരെ, കാശ് വേണോ? കളി വേറെ കളിക്കണം. ഞാൻ നിൽക്കാം നിങ്ങളുടെ കൂടെ. പക്ഷേ ഇൻഫർമേഷൻ കറക്റ്റാണോ? 100% കറക്റ്റാണ്. കല്യാണ ആവശ്യത്തിനടുത്ത് സ്വർണവും കാശും അവിടെ ഉണ്ട്. ഞങ്ങൾക്ക് അത്രയ്ക്ക് അടുപ്പുള്ള വീടാത്. ഇത്ര അടുപ്പുള്ള ആളുകൾ ഒരു മനസാക്ഷി കുത്തിലാണ്ട് വഞ്ചിക്കുന്നവരെ നമ്മളെങ്ങനെ വിശ്വസിക്കും? അത് ശരിയാണ്. അല്ല, ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം. കാരണം കാശ് കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ മാത്രമേ ഞങ്ങളുടെ മുന്നിലൊരു വഴിയുള്ളൂ. വേറൊരു വഴിയില്ലാത്തതുകൊണ്ട്. ഈ കളവ് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു. പിന്നെ കിട്ടുന്നത് എത്രയായാലും 3 ഷെയറായിട്ടേ വിധിക്കും. 3 ഷെയർ. ഓക്കെ? നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ ഞാനിവിടുന്ന് റിലീസാവും. ഈ മാസം അവസാനത്തോടെ നിങ്ങളും പുറത്തെത്തും. അവസാനത്താൾ റിലീസാവുന്ന പകൽ ഏകദേശം ഒരു 12 മണിയോടുകൂടി സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള നിള ലോഡ്ജിൽ നമ്മൾ ഒത്തുകൂടുന്നു. ബാക്കിയൊക്കെ നമുക്ക് അവിടെ നിന്ന് പ്ലാൻ ചെയ്യാം. മറക്കണ്ട, നിള ലോഡ്ജ് 1ാം നിലയിലെ 17-ാം നമ്പർ മുറി.